ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ജവ്വരി പായസമാണ്. വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ സാധാരണ ആദ്യമായിട്ട് പായസം ചെയ്യുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് അതിൻ്റെ ഒരു ആവശ്യമില്ല, ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റണ, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റണ ഒരു പായസമാണ്. നമ്മുടെ നാട്ടിൽ പല പായസങ്ങളുടെ കൂടെ ജവ്വരി ഇട്ട് കണ്ടിട്ടുണ്ട്, എന്നാൽ തനിയെ ജവ്വരി ഇട്ട് പായസം അധികം എവിടെയും ഞാൻ കണ്ടിട്ടില്ല. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ജവ്വരി പായസത്തിന് മെയിനായിട്ട് വേണ്ടത് ജവ്വരി തന്നെയാണ്. ഇതാണ് ജവ്വരി. സാഗോ, സാബുദാന, അങ്ങനെ പല പേരുണ്ട്. കണ്ടില്ലേ, ചെറിയ മുത്ത് പോലെയുള്ളതാണ് ജവ്വരി. ഇത് ഇവിടെ ചെന്നൈയിൽ പല വെറൈറ്റി കിട്ടും കേട്ടോ. ഇതിലും ചെറുതായിട്ടുള്ള വെറൈറ്റീസ് കൂടി ഉണ്ട്. പക്ഷേ പായസത്തിന് ഇതാണ് എടുക്കേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ജവ്വരി 2-3 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം നല്ല വെള്ളത്തിൽ ഒരു 2-3 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. അങ്ങനെ കുതിർക്കാൻ വെച്ചാലേ പെട്ടെന്ന് നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് കുതിർക്കാതെയും ചെയ്യാം, പക്ഷെ ഒരുപാട് ടൈം എടുക്കും, പെട്ടെന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കുതിർന്ന ശേഷം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്താൽ ഉടഞ്ഞു കിട്ടുന്നുണ്ട്. ഞാനിതിൽ നല്ല വെള്ളമാണ് ഒഴിച്ച് വെച്ചത്, അതുകൊണ്ട് ഞാൻ ഇതന്നെയാണ് വേവിക്കാനും യൂസ് ചെയ്യുന്നത്. ഈ സോക്ക് ചെയ്ത് വെച്ച ജവ്വരി നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് പാലിലിട്ട് വേവിച്ചെടുക്കാം. പക്ഷേ പാലിൽ വേവണ സമയത്ത് കുറച്ചുകൂടെ ടൈം എടുക്കും വെന്ത് കിട്ടാനായിട്ട്. വെള്ളത്തിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നത്. വെള്ളത്തിൽ വേവിച്ച ശേഷം നമ്മൾ പാലിലേക്ക് ഇടും. പിന്നെ ഇങ്ങനെയും ചെയ്തെടുക്കാം. ജവ്വരി നെയ്യിൽ കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഡയറക്റ്റായി പാലിലേക്ക് ഇടാം. അതും കുറച്ച് വൈകും വെന്ത് കിട്ടാനായിട്ട്. ഞാൻ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡിലാണ് ചെയ്ത് കാണിക്കുന്നത്. നോൺ സ്റ്റിക്ക് പാത്രം എടുക്കണതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ ജവ്വരി നമ്മൾ കൈ എടുക്കാതെ ഇളക്കണം. എങ്ങാനും നമ്മൾ ഇളക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പാത്രത്തിൻ്റെ അടിയിൽ പോയിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ജവ്വരി അത്ര യൂസ് ചെയ്യണ ഒരു പായസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടെ തമിഴ്നാട്ടിൽ ഏതൊരു ഹോട്ടലും എവിടെ പോയാലും ഈ ഒരു ജവ്വരി പായസം കിട്ടും. ഇതെങ്ങനെ വെന്തു എന്ന് അറിയണമെന്ന് വെച്ചാൽ, ഈ ജവ്വരി മേലേക്ക് വരും. കണ്ടില്ലേ, താഴെ ഇരുന്ന ജവ്വരി മേലേക്ക് വന്നിട്ടുണ്ട്. അതാണ് വെന്തു എന്ന അടയാളം. നമുക്ക് തൊട്ട് കഴിഞ്ഞാലും അറിയാൻ പറ്റും. ഉണ്ടോ, നന്നായിട്ട് പ്രസ് ചെയ്താൽ അങ്ങനെ അമുങ്ങിപ്പോണ്ട്. ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച പാലാണ്, കുറുക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തു, അത്രയേ ഉള്ളൂ. കൈ വിടാതെ ഇളക്കിയാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ പിന്നെ സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് കുറുകി വരണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞതും ഞാൻ പഞ്ചസാര ചേർക്കണം. ഓൾറെഡി ജവ്വരി വെന്തിട്ടുണ്ടല്ലോ, കാരണം പ്രശ്നമില്ല. ഈ സമയത്ത് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ക്രീമി ആയിട്ട് വരും നമ്മുടെ പായസം. പിന്നെ ഒരു പിങ്ക് കളറായിട്ട് കിട്ടും. മധുരം ചെക്ക് ചെയ്തപ്പോൾ കുറച്ചുകൂടെ വേണം തോന്നി, അത് കാരണം ഒരു 1/2 കപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫൈനലായിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ പായസത്തിന് ഫുൾ ക്രീമായിട്ടുള്ള മിൽക്ക് വേണം എടുക്കാനായിട്ട്. പായസം തിക്ക് ആൻഡ് ക്രീമി ആണോ എന്ന് അറിയാനായിട്ട് ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ഒന്ന് കറക്കിയിട്ട്, പായസത്തിൽ ചട്ടുകം ഒന്ന് കറക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ച് നോക്കിയാൽ അറിയാം, നല്ല ക്രീമി ആയിട്ടുണ്ടാവും. ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും പാലൊക്കെ. അതാണ് അതിൻ്റെ അടയാളം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാനായിട്ടാണ്. ഞാൻ മുന്തിരി ചേർക്കണില്ല, ഇഷ്ടമുള്ളവർ ചേർക്കാം. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്തു എന്ന് മാത്രം. അല്ലാതെ തന്നെ നല്ല തിക്കായിട്ട് വരും പായസം. മതി, ഇത്ര ചോന്നാൽ മതി, ഇനി കരിയണ്ട. പായസം നല്ല ഇളം ചൂടിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. നല്ല കുടിക്കാനായിട്ടുള്ള പാകം ഇതാണ്. ഒരുപാട് ലൂസായാലും ഒരുപാട് തിക്കായാലും പായസം നന്നായിരിക്കില്ല. നല്ലൊരു ലൈറ്റ് പിങ്ക് കളർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഈ പായസം ട്രൈ ചെയ്ത് നോക്കണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ.
നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാലും എൻ്റെ അടുത്ത് ചോദിക്കുക കമൻറ്റ് സെക്ഷനിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പായസം ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കിയ ശേഷം കമൻറ്റ് ചെയ്താൽ കൂടുതൽ നന്ന്. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.